I am Dahiruddin from S5 BCom. I am going to discuss partially accepted allowance in income tax. ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തത് സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസ്. Allowances granted to the employees to meet his personal expenses at the place of his official duties will be exempt from tax to the extent notified by the central government. These are allowances given to meet the personal expenses of employees and exempt only up to specified limit. These special allowances are അതായത് ഒരാളുടെ പേഴ്സണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന അലവൻസസ് ആണിത്. അതിൽ ഫസ്റ്റ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസസ്. ദിസ് ഈസ് ആൻ അലവൻസ് ടു മീറ്റ് ദി എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള അലവൻസാണ്. അതിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ് ഓർ 100 പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ വിച്ച് എവർ ഈസ് ലെസ് എക്സെപ്റ്റഡ്. അതായത് ഒരു കുട്ടിക്ക് കിട്ടിയ മുഴുവൻ എമൗണ്ടോ അല്ലെങ്കിൽ ഒരു കുട്ടി വീതം 100 രൂപ പെർ മന്ത് മാക്സിമം 2 കുട്ടികൾക്ക്, ഇതിലേതാണോ കുറവ് അതായിരിക്കും എക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തത് ചിൽഡ്രൻസ് ഹോസ്റ്റൽ അലവൻസ് ആണ്. ദിസ് ഈസ് ആൻ അലവൻസ് ടു മീറ്റ് ദി ഹോസ്റ്റൽ എക്സ്പെൻസസ് ഓഫ് ചിൽഡ്രൻ. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ് 300 പെർ മന്ത് പെർ ചൈൽഡ് ടു എ മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ വിച്ച് എവർ ഈസ് ലെസ് എക്സെപ്റ്റഡ്. മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടിക്ക് കിട്ടിയ മുഴുവൻ എമൗണ്ടോ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വെച്ച് 300 രൂപ പെർ മന്തോ മാക്സിമം 2 കുട്ടികൾ വരെ, ഇതിലേതാണോ കുറവ് അതായിരിക്കും എക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അതിൽ അഡോപ്റ്റഡ് ചൈൽഡും സ്റ്റെപ്പ് ചൈൽഡും ഇൻക്ലൂഡ് ആയിരിക്കും. പക്ഷേ ഇല്ലെജിറ്റിമേറ്റ് അതുപോലെ തന്നെ ഗ്രാൻഡ് ചൈൽഡൊന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. ചൈൽഡ് മേ ബി മേജർ ഓർ മൈനർ ചൈൽഡ്. മേജറും ആവാം മൈനറും ആവാം, അതായത് 18 വയസ്സിൻ്റെ മുകളിലോ താഴെ ആവാം. മൂന്നാമത്തെ ടൈപ്പ് അലവൻസ് ടു മീറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം. If any fixed allowance is given by the employer to the employee who is working in any transport system to meet his personal expenditure during his duty performed in the course of running such of transport from one place to another, the amount exemption shall be 70% of such allowances or 10,000 per month whichever is less. അതായത് ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് എംപ്ലോയീസിനുള്ള അലവൻസസ് ആണ്. ഇതും പാർഷ്യലി എക്സംപ്റ്റഡ് ആണ്. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു എംപ്ലോയിക്ക് ഏതെങ്കിലും ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ടു മീറ്റ് ഹിസ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് ഹിസ് ഡ്യൂട്ടി പെർഫോംഡ് ഇൻ ദി കോഴ്സ് ഓഫ് റണ്ണിങ് സച്ച് ട്രാൻസ്പോർട്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പേഴ്സണൽ എക്സ്പെൻസസ് അതിന് കൊടുക്കുന്ന അലവൻസസ് പാർഷ്യലി എക്സംപ്റ്റഡ് ആണ്. 70% ഓഫ് സച്ച് അലവൻസസ് അല്ലെങ്കിൽ 10,000 പെർ മന്ത്, ഇതിലേതാണ് കുറവ് അതായിരിക്കും എക്സംപ്റ്റ് ചെയ്യുക. നാലാമത്തത് ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. ട്രാൻസ്പോർട്ട് അലവൻസ് ഈസ് ആൻ അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി ടു മീറ്റ് ദി എക്സ്പെൻഡിച്ചർ ഫോർ ദി പർപ്പസ് ഓഫ് ട്രാവലിംഗ് ബിറ്റ്വീൻ ദി പ്ലേസ് ഓഫ് റെസിഡൻസ് ആൻഡ് ദി പ്ലേസ് ഓഫ് ഡ്യൂട്ടി. അതായത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള അലവൻസ് ആണത്. ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലി ടു ആൻ എംപ്ലോയി ഹു ഈസ് ബ്ലൈൻഡ് ഓർ deaf and dumb or orthopedically handicapped with disability of lower extremities is exempt to the actual amount received or 3,200 per month whichever is lower. അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കാണാനോ കേൾക്കാനോ ഒന്നും കഴിയാത്ത അല്ലെങ്കിൽ ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കോ ആണ് ഇതുള്ളത്. അത് ഒന്നുകിൽ ഈസ് എക്സെപ്റ്റ് ടു ദി ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ഒന്നുകിൽ കിട്ടിയ എമൗണ്ട് റിസീവ് ചെയ്തതെല്ലാം എക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ 3,200 പെർ മന്ത് എക്സെപ്റ്റ് ചെയ്യും. ഏതാണോ കുറവ് അതായിരിക്കും എക്സെപ്റ്റ് ചെയ്യുക. സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹില്ലി ഏരിയ അലവൻസ് ഓർ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ്. അഞ്ചാമത്തത് ഉയരമുള്ള ഏരിയസിലൊക്കെ വർക്ക് ചെയ്യുന്ന മിലിറ്ററീസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള അലവൻസ് ആണ്. എക്സംപ്ഷൻ വേരീസ് ഫ്രം 300 to 7,000 പെർ മന്ത്. 300 തൊട്ട് 7,000 രൂപ പെർ മന്ത് വരെയാണ് ഇതിൻ്റെ എക്സംപ്ഷൻ വരുന്നത്. ബോർഡർ ഏരിയ, റിമോട്ട് ഏരിയ, ഡിസ്റ്റേബ്ഡ് ഏരിയ അലവൻസസ്. എക്സംപ്ഷൻ വേരീസ് ഫ്രം 200 പെർ മന്ത് ടു 1,300 പെർ മന്ത്. ബോർഡർ ഏരിയയിലും റിമോട്ട് ഏരിയയിലൊക്കെ ഉള്ള ആളുകൾ, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള അലവൻസ് ആണത്. അത് 200 തൊട്ടും 1,300 വരെ ഒരു മാസം അലവൻസ് കിട്ടും. എക്സംപ്റ്റഡ് ആണ് ആ അലവൻസിൽ. ഏഴാമത്തത് ട്രൈബൽ ഏരിയ, ഷെഡ്യൂൾഡ് ഏരിയ അല്ലെങ്കിൽ ഏജൻസി ഏരിയ അലവൻസ്. exempt up to
up to actual amount received or 200 per month, whichever is less. കിട്ടിയ എമൗണ്ടോ അല്ലെങ്കിൽ 200 പെർ മന്ത് ഏതാണോ കുറവ് അത് എക്സെപ്റ്റ് ചെയ്യും. ഹൈ ആൾട്ടിറ്റ്യൂഡ് അൺകൺജീനിയൽ ക്ലൈമറ്റ് അലവൻസ്. ദിസ് അലവൻസ് ഈസ് ഗിവൻ ടു ദി മെമ്പർ ഓഫ് ആർമഡ് ഫോഴ്സസ് ഫോർ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 9,000 feet to 15,000 feet, 160 per month, and for altitude above 15,000 feet 1,600 per month. അതായത് ഉയരം കൂടിയ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന മിലിറ്ററീസിനൊക്കെ കൊടുക്കുന്ന അലവൻസിനുള്ള എക്സംഷനാണ്. അത് 9,000 തൊട്ട് 15,000 വരെ 1,060 രൂപ പെർ മന്തും, 15,000 അടിക്ക് മുകളിലുള്ള ഉയരത്തിൽ 1,600 രൂപ പെർ മന്തുമാണ് എക്സംഷൻ കിട്ടുക. 9 അണ്ടർഗ്രൗണ്ട് അലവൻസ്. എനി അണ്ടർഗ്രൗണ്ട് അലവൻസ് ഗ്രാൻഡഡ് ടു അൻ എംപ്ലോയി ഹൂ ഈസ് വർക്കിംഗ് അൺകൺജീനിയൽ അൺനാച്ചുറൽ ക്ലൈമറ്റ് ഇൻ അണ്ടർഗ്രൗണ്ട് മൈൻസ് ഷാൾ ബി എക്സം ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 800 PM പെർ മന്ത്. അതായത് അണ്ടർഗ്രൗണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന മൈനിങ് ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള അലവൻസാണ്. അതിൽ 800 പെർ മന്ത് വരെ എക്സെപ്റ്റ് ചെയ്യും അണ്ടർഗ്രൗണ്ട് അലവൻസസ്. 10th സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ അലവൻസസ് ഗ്രാൻഡഡ് ടു മെമ്പേഴ്സ് ഓഫ് ആർമഡ് ഫോഴ്സസ്. അതായത് ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ അലവൻസസ് ആണ്. അതായത് ബോർഡർ, അതുപോലെ തന്നെ ചില കണ്ടീഷൻ, ചില ടൈപ്പ് ഓഫ് ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആർമീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അലവൻസാണ്. അത് 4,200 രൂപ പെർ മന്ത് എക്സെപ്റ്റഡ് ആണ്. Island duty allowance given to the members of the armed forces in the Andaman and Nicobar and Lakshadweep group of islands exempt to the extent of 3,250 per month. അതേപോലെ നിക്കോബാർ ദ്വീപിലും ലക്ഷദ്വീപിലൊക്കെ വർക്ക് ചെയ്യുന്ന ആർമഡ് ഫോഴ്സസിനുള്ള അലവൻസസ് എക്സംപ്റ്റഡ് ആണ്. 3,250 പെർ മന്ത് വരെ എക്സംപ്റ്റഡ് ആണ്. 12 കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസസ് എക്സംപ്റ്റ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 2,600 per month. Compensatory modified field area allowances exempt to the extent of 1,000 per month. Counter insurgency allowance granted to the members of armed forces exempt to the extent of 3,900 per month. കൗണ്ടർ ഇൻസർജൻസി എന്ന് പറയുമ്പോൾ പ്രത്യേക കണ്ടീഷനിൽ, ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും എമർജൻസിക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആർമഡ് ഫോഴ്സസിനൊക്കെയാണ് ഈ അലവൻസസ് ഉള്ളത്. അത് 3,900 പെർ മന്ത് വരെ എക്സംപ്റ്റഡ് ആണ്. പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസിൽ ഇത്രയും ടൈപ്സാണ് വരുന്നത്, 14 എണ്ണം. സോ താങ്ക് യു.